ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. MRC തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ട മമ്മു എന്ന് പറയുന്ന വ്യക്തി വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ട് നടത്തിയ ചില പരാമർശങ്ങൾ, അതേപോലെ വോയറിസം പോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയെ ഹീറോയിക് പരിവേഷം കൊടുത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം, അതിന് വലിയൊരളവിൽ പങ്കുവഹിച്ചത് ആ ഇന്റർവ്യൂ എടുത്ത ആങ്കർ നൈനിഷയാണ്. നൈനിഷയുടെ നിലപാടും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം നൈനിഷ ആ വിഷയത്തിൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് അവർക്കുണ്ടായ വീഴ്ചയിൽ അവർ മാപ്പ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അതോടൊപ്പം തന്നെ AMMA എന്ന സിനിമാ താരങ്ങളുടെ സംഘടന, മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയുള്ള ചില സംഭവങ്ങൾ കണ്ടു. പ്രത്യേകിച്ച് ജഗദീഷ് പിന്മാറുന്നു, പിന്നെ ബാബുരാജുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ അനൂപ് ചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അൻസിബയുടെ ചില പ്രതികരണങ്ങൾ, ഇതിലൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് നൈനിഷയുടെ വീഡിയോ കാണാം. അതിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, എന്താണ് സംഭവിച്ചതെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, പിന്നെ ഒന്ന് അപ്പോളജൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നൈനിഷ പറയുന്നത് കേട്ട് നോക്കാം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോറി പറയാൻ വൈകിപ്പോയി എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. എനിക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്ന അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്തു. അത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതിയില്ല, ഒരു സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. ഇത് ഞാൻ ഒരുപാട് കീറി മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിലൊരു കുറച്ചൊരു സിൻസിയറിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. എൻ്റെ വ്യക്തിപരമായ ഫീലിംഗ്, ഒരു പക്ഷേ വ്യത്യസ്തമായ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അതിലിടുക. അതേസമയം തന്നെ ഈ എക്സ്പ്ലനേഷൻ ഒരുപക്ഷെ എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഒന്ന്, ഇവർ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മമ്മുവിൽ നിന്ന് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ ഇവർ അമ്പരന്ന് പോയി എന്നോ, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യത്തെ മുന്നേ നേരിട്ടിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ആ ഇന്റർവ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇന്റർവ്യൂ അവൈലബിൾ അല്ല. കാരണം എനിക്കൊന്നും നിയമപരമായ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ നീക്കം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്റർവ്യൂ എടുത്ത നൈനിഷയ്ക്കും ഈ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടാകും, ഇത്തരം വിഷയങ്ങൾ എന്റർടൈൻ ചെയ്തതിൽ. ഇനി ആ പറയുന്ന കാര്യങ്ങളിൽ ഇരയാക്കപ്പെട്ട വ്യക്തി 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണെങ്കിൽ കുറെ കൂടി ഗ്രേവിറ്റിയുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ ഇവർ പറയുന്ന കാര്യം എനിക്കതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു. ഒന്നാമതായിട്ട് ഇതൊരു സർപ്രൈസ് ആയിട്ട് വന്നൊരു സംഭവമല്ല. നൈനിഷയാണ് ഈ ചോദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. മറ്റൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഇവർക്ക് അറിയാമായിരുന്ന ഒരു കാര്യം എടുത്ത് ചോദിക്കുന്നത് പോലെയാണ് ആ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴാണ് മമ്മു ഈ വോയറിസം എന്നൊരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയുന്നത്. ഒരു സ്ത്രീ അവരുടെ സ്വകാര്യ സ്ഥലത്തായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി മറ്റുള്ള കാണാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വകാര്യ സ്ഥലത്തായിരിക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നതും ആ ചിത്രം പകർത്തുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് വോയറിസം എന്ന് പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റി. ആ വോയറിസത്തെ കുറിച്ച് മമ്മു പറയുന്നത് ഇവരാ ചോദ്യം എടുത്ത് ചോദിക്കുമ്പോഴാണ്, അല്ലാതെ ഒരു ആക്സിഡന്റിൽ വന്ന കാര്യമല്ല. ഇനി ആക്സിഡന്റിൽ വന്നതാണെങ്കിൽ തന്നെ അത് അവിടെ വെച്ച് നിർത്താമായിരുന്നു. അതിന് പകരം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ് ഈ വ്യക്തി ചെയ്തത്. എങ്ങനെയാണ് പോയത്, ഓട് പൊളിച്ചാണോ പോയത്, ആ ചോദ്യങ്ങളൊക്കെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നൈനിഷയ്ക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ ഞാൻ അത്ര കൺവിൻസിങ് അല്ല. മാത്രമല്ല, അവിടെ ഒരു ശക്തമായ നിലപാട് നിങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയല്ല. ശരി, അങ്ങനെ ചിന്തിക്കുന്ന ആളായിരിക്കില്ല. പക്ഷെ ഒരു നിലപാട് അവിടെ വ്യക്തമായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ
എയർ ചെയ്യുന്നതിന് മുമ്പ് അത് പരിശോധിക്കുന്നവരുണ്ടാവും, എഡിറ്റ് ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ഈ ബോധ്യം ഉണ്ടായില്ലേ? ഈ വീഡിയോ ഒരു ഫൈനൽ കോപ്പി കാണുന്നവർക്ക് ഈ ബോധ്യം ഉണ്ടായില്ലേ എന്നുള്ള കുറേ ചോദ്യങ്ങൾ. ഒരു ലൈവ് ഇന്റർവ്യൂവിൽ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയത്തിന്റെ ആനുകൂല്യം ലഭിച്ചേനെ. ഇവിടെ അതിനുള്ള സാഹചര്യം പോലും ഇല്ല. എന്തായാലും കൂടുതൽ കീറി മുറിക്കാതെ ഇവര് ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനൊരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല ഞാൻ. എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിനുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. എന്തായാലും അവിടെ വെച്ച് നമ്മൾക്ക് ഒരു പീരീഡ് ഇടാം. ഒരാൾ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള റിയാക്ട് ചെയ്യുന്നതിൻ്റെ പ്രതികരിക്കുന്നതിൻ്റെ ഒക്കെ ആവശ്യകത എന്ന് പറയുന്നത്. അവിടെ ഒരു തിരുത്തൽ നടന്നു കഴിഞ്ഞു. 200ഓളം ഇന്റർവ്യൂ എടുത്തതിൽ അവർ പറയുന്നത് 199 ഇന്റർവ്യൂ ഇങ്ങനെ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇന്റർവ്യൂസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആളല്ല. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതിൽ അത് തെറ്റുപറ്റിപ്പോയി. ഇനി 201ാമത്തെ ഇന്റർവ്യൂ മുതൽ നിങ്ങൾ തിരുത്തുമെന്ന് പറയുന്നത് അത് ശരിയായ ഒരു നിലപാടാണ്. ആ നിലപാടിൽ വെച്ചിട്ട് നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിഷയം AMMAയുടെ തിരഞ്ഞെടുപ്പോടെ ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് വെച്ചാൽ അല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം കാണാതെ വിടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട ധാർമ്മികത എന്ന വാക്കുകളൊക്കെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. AMMAയുടെ ധാർമ്മികത എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിഷയം എടുത്തത്. ഏറ്റവും ആദ്യത്തെ സംഭവം ജഗദീഷിന്റെ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ള കാര്യം കുറെ നാളെ നമ്മൾ കേൾക്കുന്നുണ്ട്. മോഹൻലാലിന് തുടരും, ഈ ഒരു പ്രശ്നം കഴിഞ്ഞു വന്നാൽ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും മോഹൻലാൽ തന്നെ പ്രസിഡന്റായി വരും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ പിന്മാറി. മോഹൻലാൽ പിന്മാറാൻ കാത്തുന്ന പോലെയാണ് 5-6 പേര് ഈ പ്രദേശത്തേക്ക് ഓടിക്കൂടി വന്നത്. ആദ്യമൊക്കെ കേട്ടത് കുഞ്ചാക്കോന്റെ പേരായിരുന്നു, പിന്നെ വിജയരാഘവന്റെ പേര് കേട്ടു. പക്ഷേ നോമിനേഷൻ കൊടുത്തപ്പോൾ 6 പേരോളം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്വേതാ മേനോൻ, ജഗദീഷ് ദേവൻ, ജയൻ ചേർത്തല, പിന്നെ 1-2 പേരൊക്കെ ഇതിനിടയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ജോയ് മാത്യു ഉണ്ടായിരുന്നു. ജോയ് മാത്യുവിന്റെ നോമിനേഷൻ തള്ളിപ്പോയി, പേര് എഴുതിയത് തെറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ബാക്കി ജയൻ ചേർത്തലൊക്കെ പിന്മാറിയിട്ടുണ്ടാകും മനസ്സിലാക്കുന്നത്. അവസാനം വന്നത് 3 പേരാണ്: ശ്വേതാ മേനോൻ, ദേവൻ, ജഗദീഷ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലായിരുന്നു. പക്ഷേ ഇന്നലെ ജഗദീഷ് പിന്മാറുന്നു എന്നുള്ള വാർത്തയാണ് വന്നത്. ജഗദീഷ് പിന്മാറാനായിട്ട് കാരണമായിട്ട് പറഞ്ഞതാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത് ശ്വേതാ മേനോൻ. അത് ഇതുവരെ AMMAയ്ക്ക് ഒരു സ്ത്രീ നേതൃത്വം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആ ബോർഡിൽ അല്ലെങ്കിൽ കമ്മിറ്റിയിലേക്ക് സ്ത്രീ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിട്ടെങ്കിലും ഒരു നേതൃത്വം, ലീഡർഷിപ്പിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരാൾ വരുന്നു, അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു സ്ത്രീ എതിർവശത്ത് വരുമ്പോൾ അത് മത്സരിക്കാൻ പാടില്ല, അത് ധാർമ്മികതയല്ലെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കൗതുകത്തോടെ വാർത്ത ശ്രദ്ധിച്ചതാണ്. അപ്പം ഇതിന് വലിയ താരങ്ങളുടെ പിന്തുണയുണ്ട്. ജഗദീഷിനോട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയൊക്കെ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല. കാരണം എന്തിനാണ് അങ്ങനെ ഒരു സംഭവം? ശ്വേതാ മേനോനും ജഗദീഷും, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എതിർവശത്ത് വരുന്നയാൾ ഏത് ജെൻഡറിലുള്ള ആളായാലും പരസ്പരം മത്സരിച്ച് കൂടുതൽ പിന്തുണയോടെ ജയിച്ചാൽ പോരെ? എന്തിനാ അതിന് പിന്നിലൊരു ധാർമ്മികത കെട്ടിവെച്ച് ജഗദീഷിനെ മാറ്റി നിർത്താൻ ശ്രമിക്കണം? അപ്പോൾ കുറച്ചുകൂടി കേട്ടപ്പോൾ മനസ്സിലായത് ബാബുരാജുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയമാണ്. അതിലേക്ക് നമുക്ക് വരാം. 2 പേരാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഒരു പക്ഷമുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. പക്ഷേ തിരുത്തൽ പക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അവിടെയാണ് ഈ ശ്വേതാ മേനോൻ, രവീന്ദ്രൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത്. ജഗദീഷും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഈ തിരുത്തൽ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന രവീന്ദ്രനാണ്. മറ്റേ ഭാഗത്ത് വന്നിരിക്കുന്നത് ബാബുരാജാണ്. ബാബുരാജിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം AMMAയിൽ തന്നെയുണ്ട്. അതും ഈ ധാർമ്മികതയുടെ പേര് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വരുമ്പോൾ ജഗദീഷും ബാബുരാജും ഒരു സൈഡിലാകുമെന്നൊരു ചിന്ത വരുമെന്നും അതൊക്കെ കൂടി ചേർത്തിട്ടാണ് ജഗദീഷ് പിന്മാറുന്നതെന്ന് പറഞ്ഞു. ഇതിലെ രണ്ടാമത്തെ കാര്യം എനിക്ക് കുറച്ചുകൂടി കൺവിൻസിംഗ് തോന്നി. ആദ്യത്തെ എനിക്ക് അത്ര തോന്നില്ല. അത് തോന്നാനുള്ള കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കഴിഞ്ഞ ഒരു വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് താരസംഘടനയിലെ പ്രധാനപ്പെട്ടവരൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ജഗദീഷാണ് പ്രതികരിക്കുന്നത്. അതോടെ ജഗദീഷിന് ഒരു ഹീറോയിക് പരിവേഷം അവിടെ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ജഗദീഷിനെ ഒരു കൂടെ കൂട്ടാൻ തീരുമാനിക്കുക എന്നുള്ളത് ഒരു അരമന രഹസ്യം അങ്ങാടിപ്പാട്ടുകളുള്ള കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിനോട് മാലാ പാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റൊരു ആംഗിളുണ്ട്. അതെന്താന്ന് വെച്ചാൽ സിദ്ദിഖ് സാറിന്റെ വിഷയം വന്ന സമയത്ത് ഇവരൊരു പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിട്ടിരിക്കുമായിരുന്നു. അന്ന്
ശ്രീ ജഗദീഷ് ഇവരെ ഉപദേശിച്ചു ഇപ്പം ഒരു പ്രസ്സിനെയും കാണരുത് എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഈ അംഗങ്ങൾ എന്നാൽ ഇപ്പം വേണ്ടെന്ന് വെച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു ആഞ്ഞൊരടി അടിച്ച് ഇവർക്ക് വായില്ലേ, ഇവർ സംസാരിക്കില്ലേ, അങ്ങനെയാണ് അത് മൊത്തം പ്രതിസന്ധിയിലോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജഗദീഷിനെ പോലൊരാളെ നേതൃത്വത്തിൽ കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കും തോന്നില്ല. പ്രത്യേകിച്ച് ഗണേഷ് കുമാർക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു സ്ത്രീ AMMയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് വരട്ടെ എന്നാണ്. അങ്ങനെ ഒരു ധാർമ്മികതയുടെ മുഖം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജഗദീഷ് മാറുന്നതിന് ഒരു നല്ല ന്യായീകരണം ലഭിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല ഈ അമ്മയിൽ നിന്നും AMMയിലേക്കുള്ള ദൂരം അത് വളരെ വലുതാണ്. ഏകദേശം 2011 മുതലാണ് ഈ ദൂരം ആരംഭിക്കുന്നത്. തിലകനുമായിട്ട് ബന്ധപ്പെട്ട് തിലകനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് AMMA കൃത്യമായി ഇടപെടലൊന്നും നടത്തിയിരുന്നില്ല. അങ്ങനെയാണ് പലരും മക്കളോട് ഈ വിധം കാണിക്കുന്ന ഒരു സംഘടനയെ എങ്ങനെ അമ്മ എന്ന് വിളിക്കുമെന്ന് ചോദിച്ചിട്ട് AMMA എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസുണ്ടായി. അപ്പോഴും ഒരു വഴിയും ഇല്ലാതിരുന്ന സമയത്താണ് ദിലീപിനെ പുറത്താക്കുന്നത്. എന്ന് മാത്രമല്ല ആ മീറ്റിങ്ങിന്റെ ക്ലിപ്സൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര ശക്തമായിട്ടാണ് പലരുമൊക്കെ വാദിച്ചിരുന്നത് എന്നുള്ളത്. ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല ആ വാദങ്ങളെന്ന് നമുക്കറിയാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ വിഷയങ്ങളിലെല്ലാം വന്നപ്പോഴും ഒരു അമ്മയ്ക്ക് ചേർന്ന നിലപാടില്ലാത്ത സംഘടനയെ അമ്മ എന്ന് വിളിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി കുറെ ആളുകൾ AMMA എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ സംഘടനയോട് ചേർന്ന് നിൽക്കുന്നവരുടെ സംഘടനയുടെ അനുഭവമുള്ളവർ ഇപ്പോഴും അമ്മയെന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൂരമുണ്ട്. ഈ ദൂരം കുറക്കുക എന്നൊരു ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതും കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ ജഗദീഷിന്റെ പിന്മാറ്റം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ബാബുരാജുമായിട്ട് ചേർത്ത് കെട്ടിവെക്കുന്നത്. ബാബുരാജിന്റെ വിഷയം ഇപ്പോൾ AMMയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ പ്രതികരിച്ചിരുന്നു. അതേപോലെ തന്നെ അനൂപ് ചന്ദ്രന്റെ ഒരു വീഡിയോ AMMയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടൊരു വീഡിയോ News 18 പുറത്തുവിട്ടിട്ടുണ്ട്. ആരോപണ വിധേയരായ ഈ അഡ്വോ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് വരും. ആരോപണ വിധേയരായ ആരും അവരുടെ സാംസ്കാരിക ബോധം കൊണ്ടും അവരുടെ മൂല്യം കൊണ്ടും അവർ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നു. വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് ബാബുരാജ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ സംഘടനയുടെ തലപ്പത്ത് വരുന്നതിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് കേൾപ്പിക്കണം. അതിനൊരു കസേര വേണം. അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര. ഇത് തന്നെയാണ് ഒട്ടുമിക്ക താരങ്ങൾ പറയുന്നത്. നിലവിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല എങ്കിലും ധാർമ്മികതയുടെ പുറത്ത് ബാബുരാജ് മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരു അരമരഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്ന ഒരു കാര്യം, ബാബുരാജ് ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത്, അതായത് ഹേമ കമ്മിറ്റി വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മോഹൻലാല് നിർബന്ധമായിട്ടും രാജിവെച്ചതും അല്ലെങ്കിൽ ആ കമ്മിറ്റികൾ എല്ലാവരും രാജിവെച്ചതും അവിടെ നിന്ന് ഒരു അഡ്ഹോ കമ്മിറ്റിയുടെ കീഴിലേക്ക് AMMയുടെ ഭരണം മാറുകയും ചെയ്തത്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിന് മുന്നേയുള്ള പല ആൾക്ക് ആരോപണം വന്നപ്പോൾ സിദ്ദിഖിനെതിരെ വന്ന ആരോപണം വന്നപ്പോൾ സിദ്ദിഖ് രാജിവെക്കുന്നു. അതിന് മുന്നേ ഫോർ എക്സാമ്പിളൊക്കെ മാലാപ്രവതി നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, വിജയ് ബാബു മാറിയുന്നില്ല, ദിലീപ് മാറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് ബാബുരാജ് മാറിയുന്നില്ല, അതൊരു ധാർമ്മികമായ വിഷയം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ധാർമ്മികതയെ കുറിച്ചൊക്കെ AMMA പറഞ്ഞു തുടങ്ങുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു വിമൻ ലീഡർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം നന്നായിരിക്കണമെന്നേ ഉള്ളൂ. അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഈ കമ്മിറ്റിയിലേക്ക് തന്നെ മത്സരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അൻസിബ ബാബുരാജിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തന്നെയാണ് സത്യം. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം. കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പറയുന്ന ധാർമ്മികതയൊക്കെ വെറും ഒരു കപട മുഖമാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. അൻസിബയൊക്കെ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ കോരിത്തെരിച്ചു പോവുകയാണ്. ഇതൊന്നും സംസാരിച്ച് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. ഈ AMMയുടെ പ്രസ് റിലീസ് നടക്കുന്ന സമയത്ത് പോസ്റ്റ് കുറ്റിവലിയിരുന്ന 2 വ്യക്തികളാണ് അൻസിബയും അതേപോലെ പിന്നെ എൻ്റെ പേരെന്താണ് മറന്നുപോയി, ഇവരുടെ കമ്മിറ്റിയിലുള്ളൊരു പെണ്ണാണ്, പേര് ഓർമ്മയിൽ വരുന്നില്ല. അവർ 2 പേരും
പഴം വിഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അൻസിബയോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്: ജനാധിപത്യത്തിൽ കുറ്റാരോപിതർ മത്സരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് തെറ്റാണോ ശരിയാണോ? അത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കണം, ജനാധിപത്യത്തിൽ നിങ്ങളുടെ ബോധ്യം എവിടെയാണ് എന്നുള്ളത്. ശരിയാണ്, കോടതി തീരുമാനിക്കുന്നവരെയും നമുക്കൊരാളെ കുറ്റാരോപിതനായ ഒരാളെ പ്രതിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജനാധിപത്യത്തിലേക്ക് അല്ലെങ്കിൽ ജനകീയ നേതൃത്വത്തിലേക്ക് വരുന്നയാൾ ഇത്തരത്തിൽ ആരോപണം പോലും ഉള്ളവരായിരിക്കില്ല. നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ, നിങ്ങളിപ്പോൾ കോടതിയെ കൂട്ടുകൊണ്ട് പറയണം, കോടതിയുടെ ഒരു നിലപാടാണ്. ബാർക്കോഴ വിഷയം വന്ന സമയത്ത് KM മാണിയുടെ വിഷയത്തിൽ കോടതി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. അതിൽ പറഞ്ഞ വാക്കുതാണ്: സീസർ മാത്രമല്ല, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്ന്. അപ്പം അതേപോലെ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വരുന്നവർ കുറ്റാരോപിതരാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇനി അത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അൻസിബ് ഒരു കാര്യം മനസ്സിലാക്കുക: ഒരിടത്ത് തെറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്ത് ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരമല്ല. എന്തായാലും ഈ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ വിമർശിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് മാറ്റങ്ങൾ, ഇപ്പോൾ നൈനിഷയുടെ കാര്യത്തിൽ അവരൊരു മാറ്റത്തിന് തയ്യാറാകുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, വിമർശനങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അതേപോലെ തന്നെ AMMA ഈ പറയുന്ന ധാർമ്മികതയൊക്കെ ആത്മാർത്ഥതയോടെ പറയുന്നതാണെങ്കിൽ, അതൊക്കെ പ്രവൃത്തിയിലേക്ക് വരുന്ന കാര്യമാണെങ്കിൽ നല്ല കാര്യം. തീർച്ചയായും അത് ഒരു പക്ഷേ AMMAയിൽ നിന്ന് അമ്മയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമായിരിക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.